മോദിയുടെ പടിയിറക്കവും ആ ഗ്യാങ്ങിൻ്റെ പതനവും കാണാൻ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും കുണവും നോക്കി ഇരിക്കേണ്ടതില്ല ഇനി നമ്മൾ. അക്കാര്യം BJPയും RSSും തന്നെ നോക്കിക്കൊള്ളും. RSS ഒരു വശത്ത് അതിശക്തമായ നിലപാടുമായി രംഗത്തെത്തുമ്പോൾ BJPക്ക് വലിയ സ്വാധീനമുള്ള 8 സംസ്ഥാനങ്ങളിൽ പാർട്ടി ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്നതാണ് മോദി യുഗം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. ഉത്തർപ്രദേശ് പോലെ ഒരു സംസ്ഥാനത്ത് യോഗി ആദിത്യനാഥ് ഒരു വശത്തും മോദിയും ഷായും കേശവ് പ്രസാദ് മൗര്യയും മറുവശത്തു നിന്നുള്ള പോരാട്ടം നടക്കുമ്പോൾ അത് നൽകുന്ന സൂചന എന്താണ്? ഉത്തർപ്രദേശിൽ BJP നെടുകെ പിളർന്നിരിക്കുകയാണ്. BJPയുടെ ദേശീയ നേതൃത്വത്തിന് ഒരു ഇടപെടൽ പോലും നടത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള ഭിന്നത ഉത്തർപ്രദേശിലുണ്ടായിരിക്കുന്നു. BJP ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ദേവേന്ദ്ര ഫട്നാവിസാണ് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ഇത്രമേൽ ദയനീയമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് എന്ന ആരോപണവുമായി പങ്കജ മുണ്ടെയും ഏകനാഥ് ഖഡ്സെയെയും പോലെയുള്ള നേതാക്കന്മാർ രംഗത്തെത്തിക്കഴിഞ്ഞു. അവിടെ BJP മറ്റു പാർട്ടികളെ പിളർത്തി ഒപ്പം കൂട്ടിയ സഖ്യകക്ഷികളും അതൃപ്തരാണ്. തങ്ങളെ ഒന്നാകെ വിഴുങ്ങി തങ്ങളുടെ വോട്ട് ബാങ്കുകളെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കി കളയാമെന്ന ചിന്ത മാത്രമാണ് BJPക്കുള്ളത് എന്ന പരസ്യമായ നിലപാട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഷിൻഡെ ആയാലും അജിത് പവാർ ആയാലും BJPയെ ഒരിഞ്ച് പോലും തങ്ങളുടെ ചിലവിൽ വളരാൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ മഹാരാഷ്ട്രയിലെ BJPയും വലിയ പിളർപ്പിനെ അഭിമുഖീകരിക്കുന്ന സ്ഥിതിവിശേഷം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട BJPയുടെ ശക്തി കേന്ദ്രം രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മയെ ഉപയോഗിച്ച് മോദിയുടെ ഒരു അടുപ്പക്കാരനെ മുഖ്യമന്ത്രിയാക്കിയതിലൂടെ വസുന്ധര രാജയെയും അവിടുത്തെ മുതിർന്ന BJP നേതാക്കന്മാരെയും വെട്ടിനിരത്താമെന്ന മോദി ഗ്യാങ്ങിൻ്റെ കണക്ക് കൂട്ടലിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് കിരോരിലാൽ മീണയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കുന്നു. അവിടുത്തെ BJPയുടെ മന്ത്രിസഭയിലുള്ള ആളുകൾ മന്ത്രിസഭയ്ക്കെതിരെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. രാജേന്ദ്ര റാത്തോഡിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി ഭജൻലാൽ ശർമ്മയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അത് നൽകുന്ന സൂചന എന്താണ്? വസുന്ധര രാജയെ ഒരു വശത്തിരുന്ന് ഗെയിം കാണുക മാത്രമാണ്. കൃത്യമായുള്ള അവസരത്തിൽ ഇടപെടാനാകും എന്നുള്ള പ്രതീക്ഷയോടെ. അതായത് രാജസ്ഥാൻ പോലെ BJPക്ക് ഉത്തരേന്ത്യയിൽ സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് UPയേക്കാൾ ഭീകരമായ അവസ്ഥയിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. മുഖ്യമന്ത്രിയെ മാറ്റാതെ BJPക്ക് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സ്ഥിതിവിശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ ദയനീയമായ തിരിച്ചടി, അപ്രതീക്ഷിതമായ തിരിച്ചടി, അങ്ങനെ വേണം അതിനെ വിശേഷിപ്പിക്കാൻ. കാരണം BJPക്ക് കിട്ടിയതിനേക്കാൾ സീറ്റ് അവിടെ നിന്ന് ഇന്ത്യ സഖ്യത്തിന് നേടാനായി എന്നുള്ളത് തന്നെ BJP എത്രമാത്രം ഭരണം പിടിച്ച ഒരു സംസ്ഥാനത്ത് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. മറ്റൊന്ന് മധ്യപ്രദേശിൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകിയേക്കും എന്ന് BJP കരുതിയിരുന്ന നേതാവിനെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവന്ന് കൃഷിമന്ത്രിയൊക്കെ ആക്കിയെങ്കിലും ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയുള്ള ഒരു നേതാവ് ഡൽഹിയിൽ ചെലവഴിക്കുന്നതിനേക്കാൾ സമയം മധ്യപ്രദേശിലാണ് ഇപ്പോഴും ചെലവഴിക്കുന്നത് എന്നുള്ളത് തന്നെ മധ്യപ്രദേശിൽ BJPയെ കാത്തിരിക്കുന്നത് എന്ത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മകൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എൻ്റെ അച്ഛൻ ഇപ്പോഴും അംഗീകരിക്കപ്പെടുന്ന നേതാവ് തന്നെയാണ് എന്ന്. ഡൽഹിക്ക് അദ്ദേഹത്തിന് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കേണ്ടി വരുന്നു എന്ന്. അതായത് മോദിയും ഷായും എത്ര ഒതുക്കാൻ ശ്രമിച്ചാലും മധ്യപ്രദേശിലെ അജയ്യനായ നേതാവ് എന്നുള്ള നിലയിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഖ്യാതി, അതിനെ ഈ വേറെ ഏതെങ്കിലും വിഭാഗം ശ്രമിച്ചാൽ ഇല്ലാതാക്കി കളയാനാകില്ല എന്ന സൂചന ആ മകൻ നൽകുന്നതിലൂടെ മധ്യപ്രദേശിലും കാത്തിരിക്കുന്ന പടയൊരുക്കം എന്ത് എന്നുള്ളത് വ്യക്തമാവുകയാണ് ഈ രാജ്യത്തിന്. ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയുള്ള ഒരു മുഖത്തെ നരേന്ദ്രമോദിക്ക് പകരക്കാരനായി RSS ഉയർത്തിക്കാട്ടിയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ. പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ ആ കരഞ്ഞ് കാലുപിടുത്തം, എനിക്ക് റെക്കോർഡ് വേണമേ എന്നുള്ള അഭ്യർത്ഥന, അതിനെയാണ് RSSും BJPയിലെ ഒരു വലിയ വിഭാഗവും പിന്തുണച്ചത്. പക്ഷേ കാര്യങ്ങൾ അത്രമേൽ സുന്ദരമല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മധ്യപ്രദേശിലും ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി മോഹൻ യാദവിനെതിരായിട്ടുള്ള പടനീക്കങ്ങൾ ഒരു വശത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്. മറ്റൊന്ന് ബീഹാറിൽ സഖ്യകക്ഷിയായ നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി. നിതീഷ് കുമാറിൻ്റെ കാരുണ്യത്തോടു കൂടിയാണ് കേന്ദ്രവും ഭരിക്കുന്നത്. പക്ഷേ ആ നിതീഷ് കുമാറിനെതിരെ ബീഹാറിലെ BJP നേതാക്കളിൽ നിന്ന് തന്നെ
അപശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അവർ അത് പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു. മുൻ കേന്ദ്രമന്ത്രിയായ അശ്വനി ചൗബെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി വെച്ചുകൊണ്ട് ബീഹാറിൽ ഇനി ഒരിഞ്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന്. അവിടുത്തെ BJPയുടെ അധ്യക്ഷൻ കൂടിയായ സമ്രാട് ചൗധരിയെ വെച്ചുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ BJPയെയും അതുപോലെ തന്നെ സഖ്യകക്ഷിയായ ജനതാദൾ യുണൈറ്റഡിനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ട് BJPയുടെ തന്നെ തലമുതിർന്ന നേതാക്കൾ ബീഹാറിലും രംഗത്തെത്തുന്നു. അവിടെ വിജയ് സിൻഹയെ പോലെയുള്ള പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള നേതാക്കന്മാരും ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിതീഷ് കുമാറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല പ്രശ്നം, സഖ്യകക്ഷികൾക്കുള്ളിലും അമർഷമുണ്ടാക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ BJPക്കുള്ളിൽ നിന്ന് ഉണ്ടാവുകയാണ്. മറ്റൊന്ന് ഹരിയാന, അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഇടം. അവിടെ ഹരിയാനയിൽ BJP കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും നേടിയ ഇടമാണ്. പക്ഷേ അവിടെ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കോൺഗ്രസിന് സാധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിരിക്കുന്നത് എന്ത് എന്നുള്ളതിൻ്റെ സൂചന അവർ നൽകിക്കഴിഞ്ഞു. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആളുകളുടെ ഒഴുക്കുണ്ടാകുന്നു. പഴയ മുഖ്യമന്ത്രി ഖട്ടറിനെ മാറ്റി അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിലേക്കൊക്കെ കൊണ്ടുവന്നെങ്കിലും ഈ പുതുതായി കൊണ്ടുവന്ന നയാബ് സൈനി എന്ന് പറയുന്ന മുഖ്യമന്ത്രി പേരിനൊരു മുഖ്യമന്ത്രിയായി അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു ചുക്കും അവിടെ സംഭവിക്കുന്നില്ല. മുൻ ആഭ്യന്തരമന്ത്രിയായ അനിൽ വിജിൻ്റെ നേതൃത്വത്തിൽ BJPയിലെ ഒരു പ്രബല വിഭാഗം ഈ സൈനികർക്ക് നേതൃത്വം നൽകുന്ന BJPയുടെ ഔദ്യോഗിക വിഭാഗത്തെ ഏതു വിധേനയും ചവിട്ടിത്താഴ്ത്താനുള്ള പടയൊരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇനിയുള്ളത് BJP ഭരിക്കുന്ന ത്രിപുരയാണ്. ത്രിപുരയിൽ BJP ഒരു അജയ്യ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നൊക്കെ പുറമേ തോന്നാമെങ്കിലും BJPയുടെ ആഫീസ് BJPക്കാർ തന്നെ കത്തിക്കുകയും പൂട്ടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. രൂക്ഷമായ പടലപ്പിണക്കം അവിടെയും ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. മറ്റൊന്ന് ഝാർഖണ്ഡാണ്, ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനം. BJP അവിടെ അധികാരത്തിൽ മടങ്ങിയെത്താനാകുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. പക്ഷേ സോറൻ തിരികെ വന്നതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടിയുമൊക്കെ BJPയെ വല്ലാതെ ആശങ്കപ്പെടുത്തുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള പ്രതീക്ഷയുമായി നിൽക്കുന്നതിനിടയിൽ അവിടെ കഴിഞ്ഞ ദിവസം ദിയോറിൽ ചേർന്ന BJPയുടെ നേതൃയോഗത്തിൽ കൂട്ടത്തല്ലുണ്ടായി. നേതാക്കന്മാർ തമ്മിൽ അടികൂടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമായി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 8 സംസ്ഥാനങ്ങളും ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും ബീഹാറും ഹരിയാനയും ഝാർഖണ്ഡും ത്രിപുരയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലൊക്കെ BJPക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന പടലപ്പിണക്കങ്ങൾ 2 ചേരികളുടെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. മോദി അധികാരത്തിൽ വന്നതിനു ശേഷം മോദിക്ക് എതിരായി അല്ലെങ്കിൽ മോദിയുടെ ഗ്യാങ്ങിനെതിരായി ഒരക്ഷരം പോലും മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി നിന്നയാളുകൾ BJP നേതാക്കന്മാർ പരസ്യമായി മോദിയുടെ പതനമുറപ്പായി തുടങ്ങിയ ഘട്ടത്തിൽ രംഗത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് BJPക്ക് അത്രമേൽ സ്വാധീനമുണ്ട് എന്ന് കരുതുന്ന ഈ സംസ്ഥാനങ്ങളിൽ, അതിൽ 7 BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളാണ്, അവിടെ നിന്ന് ഇത്ര രൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ മോദി ഗ്യാങ്ങിനെതിരെ ഉണ്ടാകുന്നത്. മോദിയും ഷായും കൂടി അടിച്ചേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഇനി ഞങ്ങൾക്ക് അനുസരിക്കാൻ കഴിയില്ല. അവർ കുറേ പാവകളെ കൊണ്ടുവന്ന് വച്ചിട്ട് ഇവരാണ് നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ സന്ദേശം ഉണ്ടാകുന്നു. രാജസ്ഥാനിൽ സംഭവിക്കുന്നത് അതാണ്. ഇപ്പോൾ കേശവ് പ്രസാദ് മൗര്യയെ ഇറക്കി യോഗി ആദിത്യനാഥിനെ അടിക്കാൻ നോക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. മോഹൻ യാദവിനെ പോലെ ഒരാളിനെ കൊണ്ടുവന്നിട്ട്, ഒരു നവാഗതനെ കൊണ്ടുവന്നിട്ട് ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. ഖട്ടറിനെ ഒഴിവാക്കുമ്പോൾ അവിടേക്ക് സ്വാഭാവികമായി പരിഗണിക്കേണ്ടുന്ന അനിൽ വിജിനെ പോലെയുള്ള ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സൈനിയെ പോലെയുള്ള ഒരു പുതുമുഖത്തെ കൊണ്ടുവന്ന് മോദിയുടെ ഒരു സ്വന്തക്കാരനെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെയും പ്രതിഷേധ സ്വരമുയരുന്നു. നേരത്തെ ഒന്നും ഉയർന്നിട്ടില്ലാത്ത, 10 വർഷമായി നമ്മൾ കേട്ടിട്ടേ ഇല്ലാത്ത BJPക്കകത്തെ അതിരൂക്ഷമായ പോരാട്ടം വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദിയുടെയും ആ BJP മോദി ഗ്യാങ്ങിൻ്റെയും പടിയിറക്കത്തിനുള്ള സമയമായി എന്നതു തന്നെ.